സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും മടങ്ങുവാൻ യോഗ്യനായ ത്രിയേക ദൈവത്തിന്റെ മുമ്പിൽ ഞാനും ആദരവോടെ ശിരസ് നമിക്കുന്നു. സ്തുത്യനായ ദൈവത്തെ വാഴ്ത്തുന്നു. എല്ലാ നാവും കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനു വേണ്ടി ഏറ്റുപറയുന്ന നാമമായ യേശുവിന്റെ നാമത്തിൽ ഉള്ള വന്ദനങ്ങളെയും സ്നേഹത്തോടെ അറിയിക്കട്ടെ. നമ്മൾ ഇന്നലെ പഠിക്കുവാൻ തുടങ്ങിയ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 11 മുതൽക്കുള്ള വാക്യഭാഗങ്ങളിലേക്ക് ശ്രദ്ധയെ തിരിക്കാം. അവിടെ നമ്മൾ ഇന്നലെ കണ്ടത് എതിർക്രിസ്തുവിനോടൊപ്പം എതിർക്രിസ്തു എന്ന രാഷ്ട്രീയ നേതാവിനോടൊപ്പം 70-ാം ആഴ്ചവട്ടത്തിൽ അഥവാ മഹാപീഡനകാലത്ത് ദൈവത്തിനെതിരായിട്ടും സാത്താനും എതിർക്രിസ്തുവിനും അനുകൂലമായിട്ടും പ്രവർത്തിക്കുന്ന കള്ളപ്രവാചകൻ എന്ന ഒരു വ്യക്തിയാണ്. അയാൾ ഒരു മതാധ്യക്ഷൻ അല്ലെങ്കിൽ ഒരു മതനേതാവ്, അതുമല്ലെങ്കിൽ അന്നത്തെ വ്യാജമതത്തിന്റെ സ്ഥാപകനോ നേതാവോ ആയിരിക്കും എന്നത് സംശയം ഇല്ലാത്ത വസ്തുതയാണ്. കള്ളപ്രവാചകൻ എന്ന നിലയിൽ അയാളുടെ പേര് തന്നെ ആ കാര്യത്തെ വ്യക്തമാക്കും. എന്നാൽ മൃഗം എന്ന നിലയിലാണ് അവരുടെ അധികാരവും ശക്തിയും സ്വഭാവവും ഒക്കെ കൊണ്ട് ഈ രാഷ്ട്രീയ നേതാവായ എതിർക്രിസ്തുവിനെയും മതനേതാവായ കള്ളപ്രവാചകനെയും വേദപുസ്തകം പരിചയപ്പെടുത്തുന്നു. ആ കള്ളപ്രവാചകനെ കുറിച്ചുള്ള വിവരണം, അവന്റെ ആളത്വത്തെ പറ്റിയുള്ള വിവരണം നമ്മൾ 3 കാര്യങ്ങളിലായിട്ട് ആദ്യ വാക്യങ്ങളിൽ കണ്ടു. ഏറ്റവും ഒടുവിൽ നമ്മൾ ഇന്നലെ ചിന്തിച്ച് നിർത്തിയത് അവന്റെ പ്രവർത്തനത്തെക്കുറിച്ചായിരുന്നു. ആ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ ആദ്യമേ തന്നെ ഏതാണ്ട് 9ഓളം കാര്യങ്ങൾ, അല്ലെ 9ആണെന്ന് എൻ്റെ ഓർമ്മ, 9ഓളം കാര്യങ്ങൾ അവന്റെ പ്രവർത്തന ശൈലിയെ കുറിച്ച് കാണുകയുണ്ടായി. കൂടുതൽ വിശദീകരണം കൂടാതെ നമുക്ക് ആ ഭാഗം പഠിച്ചു വിടാം എന്നാണ് ഞാൻ കരുതുന്നത്. അതിന്റെ 12-ാമത്തെ വാക്യം നമുക്ക് ഒന്നും കൂടെ വായിക്കാം. വേഴ്സ് നമ്പർ 12. അത് ഒന്നാമത്തെ മൃഗത്തിന് മുമ്പാകെ അതിന്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ 1-ാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കുന്നു. സ്തോത്രം. നമ്മൾ ആ ഭാഗമായിരുന്നു ആദ്യമായിട്ട് ഇന്നലെ കണ്ടത്, അവസാനമായിട്ട് കണ്ടത്. അതായത് അവന്റെ പ്രവർത്തന ശൈലിയിൽ ആദ്യത്തേതായിട്ട് നമ്മൾ കണ്ടത്. അവൻ തന്റെ അധികാരമൊക്കെ 1-ാമത്തെ മൃഗം അഥവാ എതിർക്രിസ്തുവിന്റെ മുമ്പിൽ തെളിയിച്ചു. അങ്ങനെ രാഷ്ട്രീയ നേതാവിൽ നിന്ന്, ഭരണകർത്താവിൽ നിന്ന് അവൻ അപ്രൂവൽ, അംഗീകാരം നേടുന്നു. അതുകൊണ്ട് നാം ഇന്നലെ കണ്ടത്, നമ്മുടെ അനുമാനമാണ്, ഒരുപക്ഷെ ഈ രംഗത്തേക്ക് പലരുടെയും അപേക്ഷകൾ സ്വീകരിച്ചു കാണും, പലരുടെയും പ്രവർത്തനങ്ങളെ എതിർക്രിസ്തു വിലയിരുത്തി കാണും. എന്നാൽ ഇവനായിരിക്കും കൂടുതൽ മാർക്ക് കിട്ടിയത്, കൂടുതൽ അംഗീകാരം കിട്ടിയത് ഇവനാകാനാണ് സാധ്യത എന്ന് ഞാൻ അനുമാനിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുവാൻ എളുപ്പം. 1-ാമത്തെ മൃഗത്തിന്റെ മുമ്പിൽ തന്റെ അധികാരങ്ങളൊക്കെ കാണിച്ചു. പഴയ കാലത്ത് രാജാക്കന്മാരും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നല്ലോ. എങ്ങനെ എന്തൊക്കെ ഓരോരുത്തർ ചെയ്യുമെന്നുള്ളതിനെ കുറിച്ചൊക്കെ അഭിപ്രായങ്ങൾ ചോദിക്കുകയും അതിൽ ആകൃഷ്ടരായിട്ട് ചിലരെ ചില കാര്യങ്ങൾക്ക് നിയുക്തരാക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി. യോസെഫിന്റെ കാര്യം തന്നെ ഒരു ഉദാഹരണമാണ്. യോസേഫ്
ഫറവോന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുക മാത്രമല്ല, രാജാവ് ചോദിക്കാത്ത ഒരു കാര്യം കൂടെ അവൻ പറഞ്ഞു, ആ പ്രശ്നത്തിന് പരിഹാരം എങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. അങ്ങനെയാണല്ലോ ഒടുവിൽ യോസെഫിനെ ആ സ്ഥാനത്തേക്ക് ഫറവോൻ നിയമിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യമാകാം 12-ാം വാക്യത്തിൽ നാം കാണുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. അവന്റെ പ്രവർത്തന ശൈലിയിലെ ഒന്നാമത്തെ കാര്യം, ഒന്നാം മൃഗത്തിന്റെ മുമ്പാകെ അതിന്റെ അധികാരവും ശക്തിയും ഒക്കെ അവൻ നടത്തി. രണ്ടാമത്തെ കാര്യമാണ് നാം കാണുന്നത് ആ വാക്യത്തിൽ തന്നെ, മരണകരമായ തന്റെ മുറിവ് പുറത്തുപോയ ഒന്നാമത്തെ മൃഗത്തെ ഭൂവാസികളെ കൊണ്ട് നമസ്കരിപ്പിക്കുന്നു. അപ്പോൾ നാം 11-ാമത്തെ വാക്യത്തിൽ കണ്ടു, മഹാസർപ്പം എന്നതുപോലെ അവൻ സംസാരിച്ചത്. അപ്പോൾ മഹാസർപ്പത്തിന്റെ അധികാരത്തോടെയാണ് അവൻ സംസാരിക്കുന്നത്. ഉണ്ടല്ലോ രാഷ്ട്രീയ നിലയിലും ഈവൻ സഭയ്ക്കകത്ത് പോലും, ലോക്കൽ സഭ ഉൾപ്പെടെ ഉള്ളിടത്ത് അധികാരത്തിലിരിക്കുന്ന ആളുമായി അടുപ്പം ഉള്ള വ്യക്തികൾ, അവർ പ്രത്യേകിച്ച് അധികാരമില്ലാത്തവരാണെങ്കിലും അധികാരമുള്ളവരുടെ കെയർ ഓഫിൽ അവരെ പോലെ സംസാരിക്കാറുണ്ട്. അതുപോലെ ഇവിടെ ഇവൻ മഹാസർപ്പം അഥവാ സാത്താന്റെ പൂർണ്ണ എന്താണ് പറയുന്നത്, പിന്താങ്ങലോടുകൂടെ, പൂർണ്ണ പിന്തുണയോടുകൂടെ അവനെ പോലെ, മഹാസർപ്പത്തെ പോലെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അധികാരത്തോടെ ഭൂവാസികളോട് പറയുകയാണ്, നിങ്ങൾ ആരെ നമസ്കരിക്കണം, എന്ത് തിന്നണം, എന്ത് ഉടുക്കണം, എങ്ങനെ ജീവിക്കണം എന്നൊക്കെയുള്ള നിയമങ്ങൾ വരെ ഈ എതിർ ക്രിസ്തുവിന്റെ കാലത്ത് അവരുടെ ഇഷ്ടമനുസരിച്ച് സ്ഥാപിക്കും. അങ്ങനെ ആരാധനാ വിഷയത്തിലും ആർക്കും അവരുടെ ഇഷ്ടമനുസരിച്ച് അവർക്കിഷ്ടമുള്ള ഒരു ദൈവത്തെ സേവിക്കുവാൻ അനുവാദം കാണില്ല. എല്ലാ മതങ്ങളും എതിർ ക്രിസ്തുവിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയാണ്. എല്ലാ ആരാധനകളും സാത്താനിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയാണ്. എ സെൻട്രലൈസ്ഡ് റിലീജിയൻ, എ സെൻട്രലൈസ്ഡ് വർഷിപ്പ് സിസ്റ്റം, ഒരു കേന്ദ്രീകൃത ആരാധനാ രീതി, അത് സാത്താനിലും എതിർ ക്രിസ്തുവിലും കേന്ദ്രീകൃതമാണ്. അതാണ് നാം അവിടെ കാണുന്നത്. അതെങ്ങനെയാണെന്ന് താഴെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. അവന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി എന്ന ഒരു വലിയ അത്ഭുതം ചെയ്ത ആളായിട്ടാണ്, ഒരു അത്ഭുത പുരുഷനായിട്ടാണ് ഈ കള്ളപ്രവാചകൻ എതിർ ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവന്റെ മുറിവ് പുറത്തു എന്നുള്ള വിഷയത്തിൽ പഠിച്ചപ്പോൾ അത് ജനത്തെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്ന് കണ്ടത്. വ്യാജമായിട്ടാകാം ഒരു പക്ഷേ. ഏതായാലും അതിന്റെ മുതലെടുപ്പ് നടത്തുക, അതിന്റെ മുതലെടുപ്പ് വളരെ വലിയ രീതിയിൽ അവൻ നടത്തുന്നു. വളരെ വലിയ രീതിയിൽ ജനത്തിൽ നിന്നും ദൈവമെന്ന നിലയിൽ ആരാധന സ്വീകരിക്കുന്ന അളവിലേക്ക്, ദൈവമെന്ന രീതിയിൽ, ആരാധനെന്ന രീതിയിൽ ഉയർത്തപ്പെടുന്ന അവസ്ഥയിലേക്ക് അവനാകുന്നു. അതിന് അവന് വേണ്ടിയിട്ട് ഇറങ്ങിപ്രവർത്തിക്കുന്ന നേതാവാണ് ഈ കള്ളപ്രവാചകൻ. അവനെ ആരാധിക്കുമാറാക്കുന്നു. അതിനുവേണ്ടി അവൻ പറയുന്ന കാര്യങ്ങൾ തെളിയിക്കാൻ, അവൻ പറയുന്നതിന്റെ ആധികാരികത തെളിയിക്കാൻ വേണ്ടി
ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നീടുള്ളത്. മൂന്നാമത്തെ കാര്യം അവൻ ചെയ്യുന്നത്, മനുഷ്യർ കാൺകെ ആകാശത്ത് നിന്ന് തീ ഇറക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാര് ഇവനെയും നമസ്കരിക്കും. വലിയ പുള്ളിയാണെന്ന് പറയും. അത്ഭുതങ്ങളുടെ പുറകെ നാം പോകരുത് എന്ന് പറയുന്നതിന് വീണ്ടും ഇവിടെ നമുക്ക് തെളിവ് ലഭിക്കുന്നു. ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ദൈവത്തിന് എന്തും ചെയ്യാൻ അധികാരമുണ്ട്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഒരു സംശയവും വേണ്ട. കേരളത്തിലെ ഒരു അപ്പോസ്തലൻ, ഇൻവെർട്ടർ കോമയിലെ ഇടാവോ അപ്പോസ്തലൻ കേട്ടോ. ഈ അടുത്തിടയ്ക്ക് ഒത്തിരി അപ്പോസ്തലന്മാർ എഴുന്നേറ്റതായിട്ട് കണ്ടു. അതുകൊണ്ട് ഇൻവെർട്ടർ കോമയിലിട്ടാണ് ഞാൻ അപ്പോസ്തലൻ പറയുന്നത്. കേരളത്തിൽ ഒരു അപ്പോസ്തലൻ ഇരുന്ന് പറയുന്നത് കണ്ടു, ദൈവവചനം കേട്ടാൽ, ദൈവവചനം പ്രസംഗിച്ചാൽ എല്ലാവരും വിശ്വസിക്കില്ല. എന്നാൽ ഒരാളിനോട് തലയിൽ കൈവച്ച് പ്രവചിച്ചാൽ അത് ദൈവത്തിന്റെ ഡയറക്റ്റ് ഡീലാണ്. ഡയറക്റ്റ് ഡീല. അതുകൊണ്ട് അപ്പോൾ തന്നെ അവർ വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്യും. പ്രിയരെ, ഒരിക്കലും വ്യാജമാകാത്തത്, വ്യാജമാക്കാൻ പറ്റാത്തത് ദൈവത്തിന്റെ വചനമാണ്. അത്ഭുതങ്ങളല്ല ആരെയെങ്കിലും രക്ഷയിലേക്ക് നയിക്കുന്നത്. അത്ഭുതങ്ങളല്ല വീണ്ടും ജനനം നൽകുന്നത്. അത്ഭുതങ്ങളല്ല ഒരാളിനെ ദൈവ പൈതലാക്കുന്നത്. പകരം ദൈവവചനത്താലാണ് വീണ്ടും ജനനം. വളരെ വ്യക്തതയോടെ തിരുവെഴുത്ത കാര്യം പഠിപ്പിക്കുന്നു. നാം വഞ്ചിക്കപ്പെടരുത്. സ്തോത്രം. ഒത്തിരി ഭാഗങ്ങൾ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പത്രോസ് പറയുന്ന 1-ാം ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യം. ഈ തരുണത്തിൽ ഒന്ന് വായിച്ചോളൂ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. 1 യോഹന്നാൻ 3:9 കൂടെ. ഇപ്പൊ നമ്മൾ വായിച്ചത് 1 പീറ്റർ 1:23 ആണ്. ഇനി വായിക്കുന്നത് 1 ജോൺ 3:9. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. പത്രോസ് പറയുന്നു, എങ്ങനെയാണ് ഒരു മനുഷ്യൻ വീണ്ടും ജനിക്കുന്നത്? ദൈവത്തിന്റെ വിത്തിനാലാണ്. എന്താണ് ആ ദൈവത്തിന്റെ വിത്ത്? അത് ദൈവത്തിന്റെ വചനമാണ്. ആ വചനം എന്ന വിത്തിന്റെ പ്രത്യേകത എന്താണ്? കെടാത്ത ബീജം, പിന്നെ ജീവനുള്ള ബീജം, 3 നിലനിൽക്കുന്നത്. സ്തോത്രം. ജീവനുള്ളതും കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവ വചനം എന്ന ദൈവത്തിന്റെ ബീജത്താൽ, ദൈവത്തിന്റെ വിത്തിനാൽ മാത്രമാണ് ദൈവ ഭവനത്തിലേക്കുള്ള ഒരു പാപിയുടെ വീണ്ടും ജനനം. അത്ഭുതം കൊണ്ടല്ല. സ്തോത്രം. ഇന്ന് അത്ഭുതം കൊണ്ട്
ഒരുപക്ഷെ യേശുവിൽ വിശ്വസിക്കുന്നവർ നാളെ ആ അത്ഭുതം അവരിൽ ആവർത്തിക്കപ്പെട്ടില്ലെങ്കിൽ പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുമല്ല, അതിനേക്കാൾ വലിയ അത്ഭുതം മറ്റെവിടെയെങ്കിലും നടന്നു എന്ന് കണ്ടാൽ അവിടേക്കും അയ്യോ ഇതിനേക്കാൾ വലിയ ദൈവം അവിടെ എന്നും പറഞ്ഞ് അങ്ങോട്ട് പോയേക്കാം. സ്തോത്രം. അതുകൊണ്ട് ഇവിടെ സാത്താന്റെ സന്തതിയായി ഈ കള്ളപ്രവാചകൻ മഹാത്ഭുതം കാണിക്കുകയാണ്. ആകാശത്തുനിന്ന് തീയിറക്കുന്നു. മനുഷ്യർ അത് കണ്ട് ഇവൻ വലിയ ദിവ്യനാണെന്ന് തെറ്റിദ്ധരിച്ച് ഇവന്റെ വാക്കുകളെ അവർ വിശ്വസിക്കുന്നു. അത്ഭുതങ്ങൾ കൊണ്ട് ജനം ദൈവത്തിങ്കിലേക്ക് തിരിയുമായിരുന്നെങ്കിൽ ഏറ്റവും വലിയ അത്ഭുതം യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലത്താണ് നടന്നത്. അത് നേരിൽ കണ്ട യഹൂദന്മാരുൾപ്പെടെയുള്ള അവരുടെ മത നേതാക്കന്മാരുൾപ്പെടെയുള്ളവർ ദൈവത്തിൽ വിശ്വസിച്ചോ? ഇല്ല, ഇല്ല. നമ്മൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു. ജീവിതത്തിൽ ഇന്നും ദൈവം അത്ഭുതം ചെയ്യുന്നു എന്ന് നമ്മൾ അനുഭവിക്കുന്നു. എന്നാൽ നമ്മൾ അത്ഭുതങ്ങളെ അല്ല പ്രൊമോട്ട് ചെയ്യുന്നത്, അത്ഭുതങ്ങളെ അല്ല നമ്മൾ പ്രചരിപ്പിക്കുന്നത്. കാൽവറിയിൽ യേശുക്രിസ്തു നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയെയാണ്. കാരണം യേശു ചെയ്തതോ ഇനിയും ചെയ്യുന്നതോ ആയ ഒരത്ഭുതത്തിനും ആരെയും രക്ഷിക്കുവാൻ സാധിക്കുന്നതല്ല. എന്നാൽ എത്രയും അധമനായ പാപിയെ പോലും രക്ഷിച്ച് പാപക്ഷമ കൊടുത്ത് ദൈവം മകനും മകളുമാക്കി തീർക്കുവാൻ കഴിയുന്നത് യേശുക്രിസ്തു എന്ന വ്യക്തിക്കും യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവർത്തിക്കും അതിനെ ഉദ്ഘോഷിക്കുന്ന ദൈവത്തിന്റെ പഥ്യ വചനത്തിനും മാത്രമേ പറ്റൂ. എക്കാലവും അതങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നാം ആ വിഷയത്തിൽ വളരെ ജാഗരൂകരായിരിക്കുക. സ്തോത്രം. ഇവിടെ സാത്താൻ തന്റെ മകനെന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന എതിർ ക്രിസ്തുവിലൂടെയും കള്ളപ്രവാചകനിലൂടെയും ഒത്തിരി വലിയ അത്ഭുതങ്ങൾ ജനങ്ങൾ കാണുക ചെയ്യുന്നു. അത് നിമിത്തം എന്ത് സംഭവിക്കുന്നു? ഈ കള്ളപ്രവാചകൻ ഭൂവാസികളെയൊക്കെ 13ഉം 14ഉം വാക്യങ്ങൾ കൂടെ വായിച്ചോളൂ. തെറ്റിച്ചു കളയുന്നുവെന്നാണ് അത് വായിച്ചു കേൾക്കുന്നതായിരിക്കും കുറെ കൂടെ ആധികാരികം. 13, 14, 13 and 14. It performs great signs, even making fire come down from heaven to earth in front of people, and by the signs that it is allowed to work in the presence of the beast. It deceives those who dwell on earth, telling them to make an image for the beast that was wounded by the sword and yet lived. Deceiving the inhabitants of the earth by the performance of the signs, including bringing fire down from above. ആകാശത്ത് നിന്ന്, ഉയരത്തിൽ നിന്ന്, ഇംഗ്ലീഷിൽ ഹെവൻ എന്ന് കാണും,
എന്നാൽ അത് ദൈവം വസിക്കുന്ന സ്വർഗം എന്ന അർത്ഥത്തിലല്ല. ആകാശത്തെയും ഇംഗ്ലീഷിൽ ഹെവൻ, സ്വർഗം എന്ന അർത്ഥത്തിലാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത്ഭുതങ്ങൾ ചെയ്യുന്നതിലൂടെ ഇവൻ ഭൂവാസികളെ ചതിക്കുകയാണ്, ഡിസീവ് ചെയ്യുകയാണ്. മലയാളത്തിൽ തെറ്റിച്ചു കളയുന്നു, വഞ്ചിച്ചു കളയുകയാണ്. ഭൂവാസികളെ തെറ്റിക്കുന്ന ഇത് സാത്താന്യ പ്രവൃത്തിയാണ്. അപ്പൊ 9 കൂട്ടം കാര്യങ്ങൾ നമ്മൾ കണ്ടു. അതിൽ ഈ അത്ഭുതങ്ങളെ കുറിച്ച് നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത്രയും മതിയായിരിക്കുമല്ലോ. ഇതിന്റെ എല്ലാം ഉദ്ദേശം അവൻ ഒന്നേ ഉള്ളൂ: സത്യദൈവത്തിൽ നിന്ന് മനുഷ്യരെ തെറ്റിക്കുക, അകറ്റുക. വ്യാജ മതത്തെയും വ്യാജ ആരാധനയെയും വ്യാജ ദൈവത്തെയും അവതരിപ്പിക്കുക. സ്യൂഡോ റിലീജിയൻ. തെറ്റായ വ്യാജമായ മതം. ദൈവമല്ലാത്തവയെ ദൈവമെന്ന് വരുത്തി തീർക്കുക. കേവല മനുഷ്യരാണ്, പക്ഷേ ദൈവം എന്ന നിലയിൽ ചമഞ്ഞ് ആരാധന സ്വീകരിക്കുക. അതാണ് ഇവിടുത്തെ ഇവന്റെ പ്രവൃത്തി. അതിനുവേണ്ടി അവൻ എന്ത് ചെയ്യുന്നു? ഇന്നലെ നമ്മൾ കണ്ടതുപോലെ എതിർ ക്രിസ്തുവിനെ അങ്ങ് വാഴ്ത്തുകയാ, പുകഴ്ത്തുകയാ. നിസ്തുലനാണവനെന്ന്, അവൻ ഭയങ്കര ദിവ്യനാണെന്ന് വരുത്തി തീർക്കുന്നു. അതിന് പ്രധാനമായും അവൻ ഉപയോഗിക്കുന്നത് അതിൻ്റെ മരണകരമായ മുറിവ് പുറത്തുപോയ തലയുടെ കാര്യമാണ്. എന്നിട്ട് ജനങ്ങളെ പ്രേരിപ്പിക്കുകയാണ് എതിർ ക്രിസ്തുവിന്റെ പ്രതിമയുണ്ടാക്കാൻ. മനുഷ്യരെ പ്രേരിപ്പിക്കുക. He's insisting people living on earth to make an image for the first beast. ഒടുവിൽ അവരുണ്ടാക്കുന്നു. ആകാശത്ത് നിന്ന് തീ ഇറക്കുന്ന തരത്തിലുള്ള അത്ഭുതങ്ങൾ പോലും ചെയ്യാൻ സാത്താന് സാധിക്കും. പലരും അത് ദൈവത്തിന്റെ തീയാണെന്ന് തെറ്റിദ്ധരിക്കും. ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമുക്കതിന് നല്ല തെളിവുണ്ടല്ലോ. ഇയ്യോബിന്റെ സമ്പത്തുകളെ അപഹരിക്കുവാൻ ദൈവം സാത്താൻ അനുവാദം കൊടുത്തപ്പോൾ ചിലതിനെ അവൻ സംഹരിച്ചത് ആകാശത്തു നിന്നും തീ ഇറക്കിയ. പാപം ഇയ്യോബിന്റെ വേലക്കാരിൽ, ദാസന്മാരിൽ പലരും വന്ന് പറഞ്ഞത് ആകാശത്ത് നിന്ന് ദൈവത്തിന്റെ തീ ഇറങ്ങി അവർ മരിച്ചു എന്നാണ്. ഇയ്യോബിന്റെ ദാസന്മാരാണ്, അവർക്ക് അങ്ങനെയാ തോന്നിയത്. ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങൾ ദൈവമാണ് ചെയ്യുന്നത് എന്ന ഒരു സാധാരണ ചിന്താഗതിയിൽ നിന്നാണ് അങ്ങനത്തെ ഒരു വ്യാഖ്യാനം വന്നിരിക്കുന്നത്. അശേര, ബാൽ ദൈവങ്ങളും അങ്ങനെ പ്രകൃതി ശക്തികളിന്മേൽ അധികാരമുള്ളവരാണെന്ന് തെറ്റിദ്ധരിച്ചിരുന്നു. അങ്ങനെയാണ് ഏലിയാവ് ആ വിഷയത്തിൽ ഇടപെട്ടത്. നിങ്ങൾ പറയുന്നത് പോലെ കാറ്റ്, മഴ, തീയ്, കാലാവസ്ഥ, പ്രകൃതി
പ്രകൃതി ശക്തികൾ ഇവയുടെ മേലൊക്കെ നിങ്ങൾ ആരാധിക്കുന്ന ബാലിനും അശേരയ്ക്കും ശക്തിയും അധികാരവും ഉണ്ടെങ്കിൽ ശരി, തെളിയിക്ക. അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു നേരത്തെ. ബാലും അശേരയും മഴ പെയ്യിക്കും, തീയിറക്കും, നല്ല ഫെർട്ടിലിറ്റി അവരുടെ കൃഷിക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കുമൊക്കെ ഫലഭൂയിഷ്ഠത നൽകും. അതൊക്കെ ചെയ്തു വന്നിരുന്നു, സത്യമാത്. എപ്പോൾ വരെ? ഏലിയാവ് ബ്രേക്ക് ഇടുന്നത് വരെ. അതുപോലെ ഒരു കാര്യം നമ്മള് പുറപ്പാട് പുസ്തകത്തിലും കാണുന്നുണ്ട്. ഫറവോൻ അല്ലെങ്കിൽ മിസ്രയീമ്യ മന്ത്രവാദികളും മോശ ചെയ്ത അത്ഭുതങ്ങളൊക്കെ ചെയ്തു. എപ്പോൾ വരെ? ദൈവം മോശയിലൂടെ അവയ്ക്ക് തടയിടുന്നത് വരെ. ഏലിയാവിലൂടെ ദൈവം ബാലിന്റെയും അശേരയുടെയും ശക്തികളെ തടഞ്ഞു വെക്കുന്നത് വരെ ബാലും അശേരയും ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഏലിയാവ് പറഞ്ഞത്, ശരി, നിങ്ങൾക്ക് ഫെർട്ടിലിറ്റി, ഫലഭൂയിഷ്ഠത തരുന്ന, നിങ്ങളുടെ കൃഷിക്ക് വേണ്ട മഴയും മഞ്ഞുമൊക്കെ തരുന്നത് നിങ്ങളുടെ ബാലാണെങ്കിൽ ഞാൻ അവനെ ഒന്ന് കൺഫ്രണ്ട് ചെയ്യുകയാണ്. ഞാൻ അവനെ വെല്ലുവിളിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞിട്ടേ മഴ പെയ്യത്തുള്ളൂ. നിങ്ങൾ ബാലിനെ കൊണ്ട് എന്റെ ഈ വാക്കുകളെ ഒന്ന് ലംഘിക്കാൻ നോക്ക് എന്നായിരുന്നു ഏലിയാവിന്റെ വെല്ലുവിളി. കർമ്മേലിലും അത് തന്നെ. നിങ്ങളുടെ ദൈവം തീയിറക്കുന്നവനല്ലേ? ശരി, തീയിറക്കിക്ക. ബാലിന്റെയും അശേരയുടെയും പ്രവാചകന്മാർക്ക്, പുരോഹിതന്മാർക്കും ഉറപ്പുണ്ടായിരുന്നു, മുൻകാലങ്ങളിലെ പോലെ അവരുടെ ദൈവങ്ങൾ ആകാശത്തു നിന്നും തീയിറക്കുമെന്ന്. അതുകൊണ്ടാണ് ഏലിയാവിന്റെ വെല്ലുവിളി അവർ സ്വീകരിച്ചത്. അപ്പോൾ സാത്താന്യ ശക്തിയാൽ ഇയ്യോബിലും പുറപ്പാട് പുസ്തകത്തിലും ഏലിയാവിന്റെ കാലത്തുമൊക്കെ ആകാശത്തു നിന്ന് തീയിറക്കുന്ന പ്രകൃതി ശക്തികളിൽ മേൽ അവയുടെ അധികാരം വെളിപ്പെടുത്തുന്ന പലതും നടന്നു വന്നിട്ടുണ്ട്. ദൈവം അതിനെയൊക്കെ തടയുന്നത് വരെ, മോശയിലും ഏലിയാവിലും ഒക്കെ കൂടെ. ഇവിടെയും അതുപോലെ തന്നെ സാത്താൻ ചെയ്യുകയാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ 13-ാം അധ്യായത്തിൽ ആദ്യത്തെ 5-ാമത്തെ വാക്യം മുതൽ കണ്ടതുപോലെ 42 മാസം യഥേഷ്ടം പ്രവർത്തിപ്പാൻ ദൈവം ഈ സാത്താന്യ ത്രയത്തിന് അവകാശം, അധികാരം, അനുവാദം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ആരും അതിനെ തടയുന്നില്ല. As we have seen from 13:5 following, God has given this satanic trinity to work or perform all these things for 42 months. And therefore they can perform. But that will be a deception. Even today the devil can do such performances and miracles. People are very much deceived even today. ഒരുപക്ഷെ മറ്റേതൊരു കാലത്തെക്കാളും അധികം അത്ഭുതങ്ങൾ കൊണ്ട് ജനങ്ങൾ വശീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. അതും പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ അത്ഭുതങ്ങൾ കൊണ്ട്. പരിപാടി നടത്തുന്നത് അതെ, ഇപ്പോഴാണ് ഒരുപക്ഷെ സഭാചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ കൊണ്ടുള്ള വശീകരണം നടക്കുന്ന ഒരു കാലഘട്ടം. TV തുറന്നാലും ഇന്റർനെറ്റ് അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയാസ് തുറന്നാലും ഇതേ ഉള്ളൂ. എന്നിട്ട്
ചില പ്രവാചകന്മാർ, ഈ അത്ഭുതങ്ങൾ നടത്തുന്ന ചില പുള്ളികള് പരസ്യമായിട്ട് പറഞ്ഞത് പെന്തക്കോസ്തുകാരുടെ യേശുവിനെ ഞങ്ങൾക്കറിയത്തില്ലെന്ന. ഇന്നലെ ഞാൻ ഒരുത്തന്റെ കേൾക്കാൻ പറ്റിയില്ല, ഹെഡിങ്ങേ കണ്ടുള്ളൂ. പെന്തക്കോസ്തുകാരന്റെ യേശുവിനെ ഞങ്ങൾക്കറിയില്ല. അപ്പോൾ വേദപുസ്തകത്തിലെ യേശുവിനെ അല്ല അവർ ഉയർത്തുന്നതെന്ന് വ്യക്തം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് വേറെ ഒരു യേശു, മറ്റൊരു സുവിശേഷം, വേറെ ഏതോ ആത്മാവ്. കേരളത്തിലുള്ള ഒരു ദൈവദാസൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഭൂതങ്ങളെയൊക്കെ ശാസിച്ച് അകറ്റുന്ന ഒരു ശുശ്രൂഷയുള്ള ഒരു ദൈവദാസനാണ്. അദ്ദേഹം പറഞ്ഞു, ഒരിടത്ത് ചെന്നപ്പം ഒരാൾ ഇരുന്ന് രക്തം ജയം രക്തം ജയം രക്തം ജയം പറയുകയാണ്. ഭൂതം പിടിച്ചയാളാ, രക്തം ജയം. എന്നിട്ട് ആ പാസ്റ്ററുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ രക്തം ജയം പറയുന്നത് അപ്പുറത്തെ കശാപ്പുശാല വെട്ടിയ പോത്തിന്റെ രക്തം ജയം പറയുന്നത്. രക്തം ജയം പറയുന്നത് കൊണ്ട് യേശുവിൻ്റെതാണെന്നൊന്നും ചിന്തിക്കരുത്. വേറെ പല രക്തത്തിന്റെയും ജയം പറഞ്ഞു കളയും. അപ്പൊ സാത്താന്യ ശക്തികൾ ഈ നിലയിൽ വശീകരിക്കും. അത്ഭുതങ്ങൾ കൊണ്ട് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം. വളരെയധികം സൂക്ഷിക്കുക. നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചിട്ടുള്ളതുപോലെ മത്തായി 7-ാമത്തെ അധ്യായത്തിൽ വെച്ച് ഗിരിപ്രഭാഷണത്തിൽ പഠിച്ചതുപോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്ത പല കരിസ്മാറ്റിക് ശുശ്രൂഷകളും ചെയ്ത പ്രസംഗകരും ക്രൂസേഡേഴ്സും പലരും നരകത്തിലായിരിക്കും. ഭയപ്പെടുന്ന വാക്യമാണ് മത്തായി 7-ന്റെ 21, 22, 23. അത്ഭുതങ്ങൾ ചെയ്യുന്നവർ, പ്രവചിക്കുന്നവർ, ഭൂതങ്ങളെ പുറത്താക്കുന്നവർ, പക്ഷേ ക്രിസ്തുവുമായിട്ട് അവർക്ക് ബന്ധമില്ല. മറ്റേ ആ പ്രവാചകൻ, ഞാൻ മുമ്പേ പറഞ്ഞ പ്രവാചകൻ പറയുന്നത് പോലെ യേശുവിനെ അവർക്കറിയില്ല. അവര് പറയുന്ന യേശു വേറെയാ, അവര് പറയുന്ന രക്തം വേറെയാ, അവര് പറയുന്ന ആത്മാവ് വേറെയാ. പേരൊക്കെ ചിലപ്പോൾ ഇതുപോലെയൊക്കെ തോന്നിയേക്കാം. ഒരൊറ്റ വാചകത്തിൽ തന്നെ പല പ്രാവശ്യം പരിശുദ്ധാത്മാവെന്നും യേശു എന്നും ഒക്കെ പറഞ്ഞെന്നിരിക്കും. സ്തോത്രം. ജാഗ്രതയിൽ സാത്താന്യമായ ഈ വഞ്ചനയിൽ നാം ആരും കുടുങ്ങിപ്പോകരുത്. ആവർത്തിക്കട്ടെ, കുടുങ്ങുന്നെങ്കിൽ ആര് മാത്രമേ കുടുങ്ങൂ? മറന്നുപോയോ? അത്ഭുതങ്ങൾ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവർ മാത്രം. 13-8 ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവര് മാത്രമേ ഇവയിൽ കുടുങ്ങുകയുള്ളൂ. മറ്റുള്ളവർ ന്യൂനപക്ഷമായാലും മൈനോറിറ്റി ആയാലും ദൈവത്തിനു വേണ്ടിയും ദൈവവചനത്തിനു വേണ്ടിയും നിലനിൽക്കും. വചനമല്ല നമുക്ക് ശക്തിയാണ് വേണ്ടതെന്നുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. അറിഞ്ഞോ അറിയാതെയോ പലരും അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. വചനത്തിലല്ല ശക്തിയിലത്ര എന്ന് പറയുന്നത് ദൈവവചനത്തിലല്ലെന്നല്ല, കേവലം വാക്കുകളിലല്ല എന്നാണ് അർത്ഥം. വെറും വാഗ്ധോരണിയിൽ, ഒറേഷനിൽ, ഇലക്വൻസിയിൽ, റിസീവിംഗ് നോളജ്, വഞ്ചിക്കുന്ന ജ്ഞാനത്തിലല്ല
അതാണ് വചനം എന്നതുകൊണ്ട് അവിടെ പറയുന്നത്, അല്ലാതെ ദൈവവചനം എന്നല്ല. സ്തോത്രം. അതുകൊണ്ട് സാത്താന്യ വഞ്ചനയിൽ ഇക്കാലത്തും നാം കുടുങ്ങരുത്. ഇന്നും അവന്റെ തന്ത്രം അങ്ങനെ തന്നെ ഉണ്ട്. അന്ന് എതിർ ക്രിസ്തുവിന്റെ ഈ കാലഘട്ടത്തിൽ അത് മൂർധന്യതയിലായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണല്ലോ. എന്തെങ്കിലും വേറൊന്നുമില്ല. ശരി. അപ്പോൾ പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നത് 14-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ഒന്നാമത്തെ മൃഗത്തിന് പ്രതിമയുണ്ടാക്കുവാൻ ഭൂവാസികളെ ഇവൻ വശീകരിക്കുക. അതിന്റെ ഒരു ചെറിയ രൂപമാണ് നമുക്ക് ദാനിയേൽ 3-ാം അധ്യായത്തിൽ കാണാൻ പറ്റുന്നത്. നെബൂഖദ്നേസർ ഒരു ബിംബത്തെ ഉണ്ടാക്കി നിർത്തി. ചിലർ പറയുന്നുണ്ട് നെബൂഖദ്നേസറിന്റെ തന്നെ ബിംബമായിരുന്നു അതെന്ന്. വേറെ ചിലർ ചിന്തിക്കുന്നുണ്ട് ദാനിയേലിന്റെ ബിംബമായിരുന്നു. 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസറിനെ ഏറെ അസ്വസ്ഥപ്പെടുത്തിയ സ്വപ്നത്തെ ഓർമ്മപ്പെടുത്തി വ്യാഖ്യാനിച്ചു കൊടുത്തതിന്റെ പേരിൽ ദാനിയേലിനെ മാനിക്കുവാൻ വേണ്ടി ദാനിയേലിന്റെ പ്രതിമയുണ്ടാക്കി നമസ്കരിക്കണമെന്ന് പറഞ്ഞു എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. അതൊരിക്കലും ഉണ്ടാവില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഏറ്റവും ആദ്യം അതിനെതിരായിട്ട് നിൽക്കുന്നത് ദാനിയേൽ തന്നെയായിരുന്നേനെ. അതുകൊണ്ട് ഒരിക്കലും അതില്ല. പിന്നെ സാധ്യതയുള്ളത് നെബൂഖദ്നേസറിന്റെ തന്നെ ബിംബം എന്ന് വേണം കരുതാൻ. കാരണം ഈ ചക്രവർത്തിമാരെയൊക്കെ മനുഷ്യർ അവരുടെ ലാഭത്തിന് വേണ്ടി ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കും. ഇന്നുണ്ടല്ലോ നമ്മുടെയൊക്കെ സഭകളിൽ പോലും അങ്ങനെ ഉണ്ടല്ലോ. ഇങ്ങനെ ജാക്കി വെച്ച് പൊക്കുമ്പം ഒരു സുഖം ആൾക്കാർക്ക്. അങ്ങ് ഇരുന്നു കൊടുക്കും. അപ്പൊ പിന്നെ ഈ ജാതീയ രാജാക്കന്മാരാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഒരു പക്ഷേ നെബൂഖദ്നേസറിന്റെ തന്നെയാകാം, അറിയില്ല. അതുപോലെ ഇവിടെ വ്യക്തതയോടെ പറയുന്നു, ഈ ഒന്നാമത്തെ മൃഗത്തിന്റെ പ്രതിമയാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്കത് വളരെ വ്യക്തതയോടെ സംശയത്തിനിടയില്ലാതെ മനസ്സിലാക്കാൻ പറ്റും. താഴെ പറയുന്നുണ്ട് 15-ാമത്തെ വാക്യത്തിൽ അവർ പ്രതിമയൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് മൃഗത്തിന്റെ ആ പ്രതിമയ്ക്ക് സംസാരിക്കുവാനുള്ള ആത്മാവിനെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. ഇന്ന് നമുക്ക് വളരെ വ്യക്തതയോടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഇതൊരു റോബോട്ടിക്, ഒരു യന്ത്രമനുഷ്യനെ പോലെ, ഒരു ടോക്കിംഗ് കമ്പ്യൂട്ടർ. റോബോട്ട് എന്ന് പറയുന്നത് തന്നെ നമുക്ക് വളരെ, ഇന്നിപ്പം AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒക്കെ കൂടെ വന്നതുകൊണ്ട് നമുക്കിതൊന്നും അപ്രാപ്യമായ കാര്യങ്ങളായിട്ട് തോന്നുന്നില്ല. അങ്ങനെയുള്ള പല വിഗ്രഹങ്ങളെ അല്ലെങ്കിൽ ബിംബങ്ങളെ, പല റോബോട്ട്സിനെ ഒരേ ഷേപ്പിൽ ഒരേപോലെ പ്രോഗ്രാം ചെയ്ത് ലോകത്തെവിടെയും വയ്ക്കുവാൻ അന്നത്തെ സാങ്കേതിക വിദ്യയുടെ
വളർച്ചയാൽ സാധിക്കും. അതുകൊണ്ടാണ് when we see technological advancements today, we understand it is for the time of Antichrist. വളരെ വേഗത്തിലാണല്ലോ ടെക്നോളജി, സാങ്കേതിക വിദ്യകൾ വർദ്ധിക്കുന്നതും വിപുലമാകുന്നതും. എതിർ ക്രിസ്തുവിന്റെ ഈ പ്രത്യേക ഭരണത്തിന് വേണ്ടി 13-ാം അധ്യായം വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയാണ് ഇന്ന് ലോകം ഒരു ഏകലോക ഭരണ വ്യവസ്ഥയിലേക്ക് നീങ്ങുന്നതും ഒരു ഗ്ലോബൽ വില്ലേജ്, ആഗോള ഗ്രാമം എന്ന നിലയിൽ ലോകം ചുരുങ്ങുന്നതും ടെക്നോളജി, സാങ്കേതികതകൾ വർദ്ധിക്കുന്നതും. അതിനനുസരിച്ച് പ്രോഗ്രാം ചെയ്ത് ഈ ഒരു വിഗ്രഹത്തെ വെച്ചാൽ അല്ലെങ്കിൽ ഈ ബിംബത്തെ ഉണ്ടാക്കിയാൽ അത് സംസാരിക്കും. മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ സംസാരിക്കും. ഇപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും ഉണ്ടല്ലോ ആ നിലകളിലുള്ള റോബോട്ടുകൾ. ഇത് കുറെ കൂടെ സാങ്കേതികതകൾ മുൻപന്തിയിലെത്തിയ ഒന്നായിരിക്കുമെന്ന് മാത്രം. അതാണ് ഈ ബിംബത്തിന് സംസാരിക്കുവാൻ ആത്മാവിനെ കൊടുക്കുക എന്നതിന്റെ അർത്ഥം. അല്ലാതെ ജീവൻ കൊടുക്കുക, മനുഷ്യരെ പോലെ ജീവൻ ആത്മാവിനെ നൽകുക എന്ന അർത്ഥമല്ല. ഈ വിഗ്രഹം അല്ലെങ്കിൽ ഈ ഒരു ബിംബം സംസാരിക്കത്തക്ക നിലയിൽ ഇതിനെ ആക്കുന്നു. അഡ്വാൻസ്ഡ് ടെക്നോളജിയിലൂടെ, വളരെ ഉയർന്ന സാങ്കേതിക വിദ്യയിലൂടെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞൊരു പൂർണ്ണ മനുഷ്യനെ പോലെ ഇടപെടുവാൻ, സംസാരിക്കാൻ, തിരിച്ചറിയാൻ ഒക്കെ ഉള്ള കഴിവുകളോടുകൂടെ ഈ വിഗ്രഹം സ്ഥാപിക്കപ്പെടും. അതിലൊന്നിനെ എവിടെ സ്ഥാപിക്കും? ഇങ്ങനെയുള്ള ഒരു വിഗ്രഹത്തെ എവിടെ സ്ഥാപിക്കും? യെരൂശലേം ദേവാലയത്തില്. യെരൂശലേം ദേവാലയത്തിൽ സ്ഥാപിക്കും. അതാണ് ദാനിയേൽ 29-ാം അധ്യായം 27-ാം വാക്യത്തിൽ നാം കാണുന്നത്. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ, യേശുക്രിസ്തു മത്തായി 24-ലും ആ കാര്യമാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ശൂന്യമാക്കുന്ന മ്ലേച്ഛത, ശൂന്യമാക്കുന്ന മ്ലേച്ഛത. 24-ന്റെ 15-ാമത്തെ വാക്യത്തിൽ, 24:15 മാത്യു. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. ഒരു കാലത്ത് ഈ വാക്യത്തെപ്പറ്റി നമ്മൾ ചിന്തിച്ചിരുന്നത്, അല്ലെങ്കിൽ ക്രൈസ്തവ ലോകം ചിന്തിച്ചിരുന്നത്, ശൂന്യമാക്കുന്ന മ്ലേച്ഛത യഹൂദന് നിഷിദ്ധമായ പന്നിയെ അവിടെ യാഗം കഴിക്കുമെന്നുള്ളതായിരുന്നു. അതിനേക്കാൾ വലിയ മ്ലേച്ഛതയാണ് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രതിമയുണ്ടാക്കി വെച്ച് അതിനെ ആരാധിപ്പിക്കുക, അതിന് യാഗമർപ്പിക്കുക. ഇന്നും ജീവനോടിരിക്കുന്ന പല മനുഷ്യരും തങ്ങളുടെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നു. മെഴുക് പ്രതിമകൾ, സിമന്റ് പ്രതിമകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഇന്നും. ഇതും ഒരു പ്രതിമ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ മാറുന്നുണ്ട്. അതിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിമ ഇന്ത്യയിലാണ്. Statue of Unity. Yes. Yeah. അതിലൊക്കെ അഭിമാനം കൊള്ളുന്നു. എല്ലാം ഇതിന്റെ ഒരു മുന്നോടിയാണ്. നമുക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാക്കാൻ ഇതൊക്കെ കൊണ്ട് മതിയാവും. അപ്പൊ ഇത്തരം ഒരെണ്ണം യെരൂശലേം ദേവാലയത്തിലും കൊണ്ടുചെന്ന് വെക്കും. സ്തോത്രം.
ദാനിയേൽ 11:31 വാക്യവും കൂടെ. ദാനിയേൽ 11:31. അവൻ അയച്ച സൈന്യങ്ങൾ അണിനിരന്നു, വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കി നിരന്തര ഹോമം നിർത്തൽ ചെയ്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കും. യെരൂശലേം ദേവാലയത്തെ അശുദ്ധമാക്കുന്ന, ദൈവത്തിനർപ്പിച്ചു വന്ന നിരന്തര ഹോമയാഗത്തെ നിർത്തലാക്കുന്ന, മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുന്ന കാര്യത്തെ പറ്റി ദാനിയേൽ പ്രവചിക്കുക. ഇതിനെക്കുറിച്ചാണ് നാം യേശുക്രിസ്തു മത്തായി 24 പറഞ്ഞു കണ്ടത്. ഈ 11-ാമത്തെ അധ്യായത്തിൽ എതിർക്രിസ്തുവിനെ കുറിച്ചുള്ള ഒത്തിരി പ്രവചനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ 11-ാം അധ്യായം പ്രോഫറ്റിക്കൽ ചാപ്റ്റർ എന്നറിയപ്പെടുന്നത്. പ്രവചനത്തിന്റെ അധ്യായം എന്നാണ് ഈ 11-ാം അധ്യായം ദാനിയേൽ വിളിക്കപ്പെടുന്നത്. അപ്പോൾ ആ നിലകളിൽ ഇവിടെ ഈ കള്ളപ്രവാചകൻ എതിർക്രിസ്തുവിന് വേണ്ടി ബിംബമുണ്ടാക്കുന്നു, അതിന് സംസാരിക്കുവാനുള്ള സാങ്കേതികത നൽകുന്നു. അതും കൂടെ ആകുമ്പോൾ ജനങ്ങൾ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു, അവനെ ആരാധിക്കുന്നു. അതിലൊരെണ്ണം യെരൂശലേം ദേവാലയത്തിലും കൊണ്ടുവന്ന് വെച്ച് യെരൂശലേം ദേവാലയത്തെ അശുദ്ധമാക്കുന്നു. മാത്രമല്ല, നമ്മള് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിൽ കണ്ടത് യെരൂശലേം ദേവാലയത്തിൽ മാത്രമല്ല ഇത് വെക്കാൻ പോകുന്നത്. പിന്നെ ദൈവമെന്നോ പൂജാ പറയാമോ? പേരുള്ള സകലത്തിൽ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഇവൻ ഉയർത്തും. അമ്പലത്തിലും വെക്കും, പള്ളിയിലും വെക്കും, മോസ്കിലും വെക്കും, സിനഗോഗുകളിലും വെക്കും. അങ്ങനെ എല്ലാ മതകേന്ദ്രങ്ങളിലും ഇവന്റെ പ്രതിമ സ്ഥാപിക്കും. അന്ന് ഇതിനൊക്കെ വേണ്ടി ആയിരിക്കും ഏറ്റവും കൂടുതൽ സാമ്പത്തികം ചെലവഴിക്കുന്നത്. ഇസ്രായേലിന്റെ ഉൾപ്പെടെയുള്ള പണമെല്ലാം ഈ എതിർക്രിസ്തുവും സർക്കാരും അപഹരിക്കും. അതുകൊണ്ടാ ചില ദൈവദാസന്മാരൊക്കെ പറയുന്നത്, ദൈവമക്കൾ പണമെല്ലാം കൂടെ സ്വരുക്കൂട്ടിയിട്ട് സാധുക്കൾക്കും കൊടുക്കാതെ സുവിശേഷ വേലക്കാർക്കും സുവിശേഷ വേലയ്ക്കും ഒന്നും കൊടുക്കാതെ ഇങ്ങനെ ഇട്ടിരുന്ന് കർത്താവ് വരും, ഉള്ള കാശെല്ലാം കൂടെ എതിർക്രിസ്തു കൊണ്ടുപോകും, വെറുതെ അവന് പൈസ കൊടുക്കരുതെന്നൊക്കെ. അപ്പൊ ഇതെല്ലാം ഇവൻ അപഹരിക്കും. ഇന്നലെ ഒരാൾ പറഞ്ഞ് ഞാൻ കേട്ടു, അന്തരിച്ച രത്തൻ ടാറ്റ അദ്ദേഹത്തിന്റെ 10,000 കോടി രൂപ ആർക്കാണ് കൊടുക്കേണ്ടതെന്നറിയാതെ, ഉത്തരാധികാരി ആരാണെന്നറിയാതെ അനാഥമായിട്ട് കിടക്കുന്നു. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിൽ പെന്തക്കോസ്തുകാരുടെ തലസ്ഥാന നഗരിയിൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ ബാങ്ക് നിക്ഷേപങ്ങൾ ആരും ഇല്ലാതെ കിടക്കുന്നത്, അവകാശികളില്ലാതെ കിടക്കുന്നത്. ഇങ്ങനെയുള്ള സകല സർക്കാരുകളുടെയും സ്വത്തും കാശുമെല്ലാം ആരിലേക്കാകും? എതിർക്രിസ്തുവിലേക്ക്, ആന്റിക്രൈസ്റ്റ്. അവൻ ഇതിനൊക്കെ വേണ്ടി അത് ഉപയോഗിക്കുകയും ചെയ്യും. അതാണ് നാം അവിടെ കാണുന്നത്. എന്നിട്ട് 16-ാമത്തെ വാക്യത്തിൽ കാണുന്നു, അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രരും ദാസന്മാരുമായ എല്ലാവർക്കും
വലങ്കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആക്കുന്നു. കള്ളപ്രവാചകന്റെ ഭരണതന്ത്രവും അധികാരവും ഉപയോഗിച്ച് എല്ലാ ക്രയവിക്രയങ്ങളും, ഓൾ ബിസിനസ്, പർച്ചേസിങ്, സെല്ലിങ്, എവ്രിതിങ്, എല്ലാ ക്രയവിക്രയങ്ങളും ഈ എതിർക്രിസ്തുവിന്റെ ഒന്നാമത്തെ മൃഗത്തിന്റെ പേരിലൂടെ, സംഖ്യയിലൂടെ, മുദ്രയിലൂടെ ആക്കി തീർക്കുന്നു. നിങ്ങൾക്ക് ജീവിക്കണോ, വല്ലതും കഴിക്കണോ, വല്ലതും കുടിക്കണോ, വസ്ത്രം ധരിക്കണോ, താമസ സൗകര്യം വേണോ, എന്തു വേണമെങ്കിലും ഈ എതിർക്രിസ്തുവിന്റെ പേരോ പേരിന്റെ സംഖ്യയോ വലങ്കൈമേലോ നെറ്റിമേലോ സ്വീകരിക്കണം മുദ്രയായിട്ട്. ഈ 666 എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഇടയിലും ഭയങ്കര സെൻസിറ്റീവായ സബ്ജക്റ്റാണ്. കർത്താവിന്റെ വരവിനെ കുറിച്ചൊക്കെ പ്രസംഗിക്കാനോ പഠിപ്പിക്കാനോ എവിടെയെങ്കിലും ചിലപ്പം സെമിനാറിനൊക്കെ വിളിക്കുമ്പം എന്നോട് പലരും പറയാറുള്ളത്, പക്ഷേ 666 ഒന്ന് ശരിക്കും വിവരിച്ചേക്കണേ, കേൾക്കുന്നവർക്കൊരു പേടി വരട്ടെ. ഞാൻ പക്ഷെ അതിന് മുതിരാറില്ല. അർഹിക്കുന്നതിലധികം പ്രാധാന്യം അതിന് കൊടുക്കേണ്ടതില്ല. ദൈവസഭ എന്ന നിലയിൽ നമുക്ക് പ്രധാനം എതിർക്രിസ്തുവോ അവന്റെ മുദ്രയോ അല്ല. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കാൻ പഠിച്ചു വിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പ്രധാനം നമ്മുടെ കർത്താവിന്റെ വരവാണ്, കർത്താവിനോട് കൂടെയുള്ള നമ്മുടെ വാസമാണ്. അതുകൊണ്ട് ഇവകൾക്കൊന്നും ആ പ്രാധാന്യം നമ്മൾ നൽകുന്നില്ല. വേണമെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെയുള്ള കുറെ ബാർകോഡുകളും കുറെ പേപ്പർ കട്ടുകളും ഒക്കെ എടുത്ത് അവതരിപ്പിക്കാം. പക്ഷെ എതിർക്രിസ്തുവിനെ അവതരിപ്പിക്കുകയും പ്രസംഗിക്കുകയും അല്ല നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ഞാൻ അതിന് അധികം മുതിരുന്നില്ല. എന്നാൽ നമുക്കറിയാം, നിങ്ങളൊക്കെ അറിയുന്ന കാര്യമാണ്, എതിർക്രിസ്തുവിന്റെ ഈ മുദ്ര 666 എന്നുള്ളത്, അതിന് പല അർത്ഥങ്ങളുള്ളതിൽ നമുക്ക് പ്രസക്തമായ അർത്ഥം ഒന്ന്, ഇറ്റ് ഈസ് ബിലോ 7. 7 ഈസ് ദ നമ്പർ ഓഫ് ഡിവൈൻ പെർഫെക്ഷൻ. ദൈവിക പൂർണ്ണതയുടെ സംഖ്യയാണ് 7. എന്നാൽ 666 3 ആറുകൾ ഉണ്ടെങ്കിലും അതൊന്നും ദൈവീക പൂർണ്ണതയോട് വരാത്ത മാനുഷിക അപൂർണതയുള്ള സംഖ്യ എന്നാണ് അതിന്റെ ഒരു സൂചന. One meaning of that, it is below the divine perfection number 7. Even though it has a 666, it doesn't reach the divine perfection. Second, രണ്ടാമത്തെ അർത്ഥം അതിൽ പറയുന്നത് 6 stands for human number. 6-ാം ദിവസത്തെ സൃഷ്ടി. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു 6-ാമത്തെ ദിവസം. So 6 stands for man. അതിന്റെ എത്ര ഗുണനങ്ങൾ വന്നാലും അതങ്ങനെ തന്നെ നിൽക്കുന്നു. 6 എന്നത് മനുഷ്യന്റെ സംഖ്യയാണ്. 6-ാമത്തെ ദിവസം. Again -1, 7-ൽ നിന്ന് ദൈവത്തിന്റെ പൂർണ്ണതയുടെ എല്ലാം നിവൃത്തിയായ ദിവസത്തിൽ നിന്ന് 7 എന്നതിൽ നിന്ന് 1 കുറയാണ്.
അതിന്റെ കൂടെ എത്ര കൂട്ടിയാലും 6 6 6 6 6 ആയാലും ദൈവത്തിന്റെ ആ പൂർണ്ണതയോളം എത്തുന്നില്ല. അത് മനുഷ്യന്റെ സംഖ്യയായിട്ട് നിൽക്കുന്നു എന്ന് അർത്ഥം. മൂന്നാമത്തെ അർത്ഥം, എ തേർഡ് മീനിങ്, വി ഡോണ്ട് നോ ഹൂ ഈസ് ദിസ്. നമുക്കറിയില്ല ആരാണെന്ന്. ഒത്തിരി ഊഹാപോഹങ്ങളുണ്ട്. ഹിറ്റ്ലർ ആണെന്ന്, പോപ്പാണെന്ന്, കമ്പ്യൂട്ടർ ആണെന്ന് ഒക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി ഉണ്ട്. പക്ഷേ അതിലുള്ള ഒരു സത്യമായ കാര്യം, എ ഫാക്ച്വൽ തിങ് ഈസ് ഗ്രീക്ക്, ഹീബ്രു, റോമൻ letters had numerical values. So accordingly, the spelling of this particular person would have a sum of numerical value reaching a 666. നമുക്കറിയാമല്ലോ, റോമൻ ലെറ്റേഴ്സ് നമ്മൾ എഴുതുന്നത്, ഈവൻ സംഖ്യ തന്നെ 1 2 എന്നൊക്കെ എഴുതുന്നത് എക്സ്, വി, എൽ, സി, ഇതിന്റെയൊക്കെ റോമൻ വാല്യൂ നമുക്കറിയാം. ഐ 1, എക്സ് വി നമുക്കറിയാം 5, എക്സ് 10. ഇങ്ങനെ പോകുന്ന സംഖ്യ നമുക്ക് റോമൻ ലെറ്റേഴ്സിൽ അറിയാം, റോമൻ ന്യൂമറിക്കൽ വാല്യൂസ് നമുക്കറിയാം. എന്നാൽ ഗ്രീക്കിന്റെയും എബ്രായ ഭാഷയുടെയും ന്യൂമറിക്കൽ വാല്യൂ നമുക്ക് സത്യത്തിൽ അറിയില്ല. ഒത്തിരി സംഖ്യകൾ തിരിച്ചും മറിച്ചും ഞാൻ കണ്ടിട്ടുണ്ട്. ഇംഗ്ലീഷിലും ചിലര് എയ്ക്ക് 1, ബിക്ക് 2, ചിലരാണെങ്കിൽ നേരെ തിരിച്ചു കൊടുക്കാറുണ്ട്, എയ്ക്ക് 2, ബിക്ക് 4, ഇങ്ങനെ 2 2 കൂട്ടി. വേറെ ഞാൻ വായിച്ചിട്ടുണ്ട് എയ്ക്ക് 100 എന്ന ന്യൂമറിക്കൽ വാല്യൂ കൊടുത്ത്, പിന്നെ 101, 102 ഇങ്ങനെ അങ്ങോട്ട്. അതെല്ലാം ഓരോരുത്തര് കൊടുത്ത അനുമാനങ്ങൾ, അസംഷനിൽ അടിസ്ഥാനപ്പെട്ട കാര്യം മാത്രം. പക്ഷെ യാഥാർത്ഥ്യമായതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ഗ്രീക്ക്, ഹീബ്രു, എബ്രായ, യവനായ ഭാഷകളിലെ അക്ഷരമാലകൾക്ക് സംഖ്യാ മൂല്യങ്ങൾ, ഓരോ അക്ഷരത്തിനും ഓരോ മൂല്യങ്ങൾ കൊടുത്ത് പറയാറുണ്ട്. അങ്ങനെ യോഹന്നാൻ പറഞ്ഞത്, ഈ എതിർക്രിസ്തു, അയാളുടെ പേര് ഒരുപക്ഷെ സ്ഥാനപ്പേരാകാം, അയാളുടെ ഒറിജിനൽ അസലായ പേരാകാം. ആ പേരിന്റെ സ്പെല്ലിങ്ങിന് കൊടുക്കുന്ന സംഖ്യാ മൂല്യം ഒരുമിച്ച് കൂട്ടിയാൽ 666 കിട്ടും. അത് ഏത് പേരാണെന്ന് നമുക്കറിയില്ല. ഞാൻ ഈ പറഞ്ഞ പോപ്പ്, ചില പോപ്പുമാരുടെ പേരുകള്, പിന്നെ ഹിറ്റ്ലറിന്റെ കാലത്ത് ഹിറ്റ്ലറിന്റെ പേര്, നീറോയുടെ കാലത്ത് നീറോയുടെ പേര്, നീറോ ചക്രവർത്തി, പൗലോസിനെയും പത്രോസിനെയും ഒക്കെ കൊന്ന റോമൻ ചക്രവർത്തി ആയിരുന്നല്ലോ നീറോ. അയാളുടെ പേരിന്റെയും മൂല്യം 666 ആണ്. അതുകൊണ്ട് ഇവിടെ പറയുന്ന ആ മൃഗവും ഈ സംഖ്യയുമൊക്കെ നീറോയെ കാണിക്കുന്നതാണെന്ന് വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ ശരിയായ അർത്ഥം നാം ഈ 3 എണ്ണം പ്രധാനമായും മനസ്സിലാക്കുക. ഹ്യൂമൻ ഇംപെർഫെക്ഷനെ കാണിക്കുന്നത്, ഹ്യൂമൻ നമ്പർ, മനുഷ്യന്റെ സംഖ്യയെ കാണിക്കുന്നത്, ഓൾവേസ് ബിലോ ഡിവൈൻ പെർഫെക്ഷൻ, ദൈവിക പൂർണ്ണതയ്ക്ക് കീഴെ നിൽക്കുന്നത്. പിന്നെ അതിന്റെ യഥാർത്ഥത്തിൽ ഈ വ്യക്തിയുടെ യഥാർത്ഥ പേരെഴുതി അതിന്റെ സംഖ്യ കൂട്ടിയാൽ 666 കിട്ടും. ചിലപ്പം ഈ പറയപ്പെടുന്ന സംഖ്യയൊക്കെ വെച്ച് നമ്മുടെയും പലരുടെയും പേരിന്റെ ആകത്തുക
666 ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആരുടെയും പേരിന്റെ കൂടെ 666 അല്ലെങ്കിൽ നമ്മുടെ സ്പെല്ലിങ്ങിന്റെ ആകത്തുക 666 വന്നെന്നും പറഞ്ഞ് നമ്മൾ ആരും ഇതർ ക്രിസ്തു ആകാൻ പോകുന്നില്ല. ചിലപ്പോൾ നമ്മുടെ വണ്ടിയുടെ നമ്പർ 666 വല്ലതും കിട്ടിയെന്നിരിക്കും കേട്ടോ. ചിലപ്പോ ഫോൺ നമ്പറിനകത്ത് 666 വന്നെന്നിരിക്കും. ഇതൊന്നും വെച്ച് ആരും പേടിക്കണ്ട. ഈ 666 പേടിയോടെ ആരും കാണുകയൊന്നും വേണ്ട. സ്തോത്രം. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഏതായാലും അന്ന് ഈ മുദ്ര ഒന്നുകിൽ അവന്റെ പേര് മൊത്തം, അല്ലെങ്കിൽ അവന്റെ സ്പെല്ലിങ് മുഴുവനും ഒന്നുകിൽ മുദ്രയേൽക്കണം, പച്ച കുത്തുന്നത് പോലെ, അല്ലെങ്കിൽ അതിന്റെ ആകത്തുകയായ 666 എന്ന സംഖ്യ. ഇത് രണ്ടിൽ ഏതെങ്കിലും വലത് കൈമേലോ നെറ്റിമേലോ മുദ്രയായിട്ട് ഏൽക്കണം. അതൊരു പക്ഷെ ചിപ്പായിട്ടാകാം ഇടുന്നത്. അത് ഈ റോബോട്ടിക് പ്രതിമ, ഈ എന്താണ് പറയുന്നത്, പിന്നെ ഈ എതിർ ക്രിസ്തുവിന്റെ ബിംബം അത് സെൻസ് ചെയ്യും, അത് റീഡ് ചെയ്യും ഈ ചിപ്പിനെയോ അല്ലെങ്കിൽ ഈ മുദ്രയെയോ. എന്നിട്ട് വിൽക്കാനും വാങ്ങാനും റേഷൻ അനുസരിച്ച് കിട്ടാനും ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ഒരു സംഗതിയാണ് വരാൻ പോകുന്നത്. ഏതായാലും അതെങ്ങനെയായാലും നമ്മെ ബാധിക്കുന്ന കാര്യം അല്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടേണ്ടതില്ല. സത്യം പറയാം, പലർക്കും കർത്താവിന്റെ വരവിനേക്കാൾ കൺസേൺ ഉള്ളത്, ചിന്തയുള്ളത് ഈ 666 കുറിച്ച്. നമുക്കത് വേണ്ട. നമ്മുടെ കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ ഈ പഠനവും കാരണമാകട്ടെ എന്ന് പറഞ്ഞ് ഇന്ന് ഞാനിവിടെ അവസാനിപ്പിച്ചോട്ടെ. ഒരുപക്ഷെ നിങ്ങൾക്ക് സംശയങ്ങൾ കാണും. നമ്മുടെ സമയം എൻ്റേത് തീർന്നത് കൊണ്ട് ഞാൻ ഇന്നങ്ങ് ഇറങ്ങിയ ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറന്നു പോകുന്നെങ്കിൽ നിങ്ങൾ കുറിച്ച് വെച്ചേരെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം, നമുക്ക് ചർച്ച ചെയ്യാം. സ്തോത്രം. അതുകൊണ്ട് വേഗത്തിൽ സംഭവിപ്പാനിരിക്കുന്ന ക്രിസ്തുവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങുകയും നമ്മുടെ മണവാളന് വേണ്ടി നോക്കി പാർക്കുകയും ചെയ്യാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ബാബു അങ്കിൾ പ്ലീസ്. ഞാൻ അങ്ങ് ഇറങ്ങിക്കോട്ടെ. എല്ലാവർക്കും വന്ദനം.